ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇന്ത്യയുടെ എണ്ണക്കപ്പലുകൾ ഇപ്പോ ഹോർമൂസ് കടലിടുക്ക് കടന്നു വരികയാണ്. ഈ ഹോർമൂസ് കടലിടുക്ക് കടന്ന് ഇന്ത്യയുടെ എണ്ണകൾ വരുമ്പോ ഉടനെ ഇവിടെയുള്ള സുഡാപ്പികൾ പറയും ഇറാന്റെ ഔദാര്യം. ഉടനെ ആയിരിക്കും വേറെ ഏതെങ്കിലും മാധ്യമം ഒരു വാർത്ത അടിക്കുന്നത് ഇപ്പൊ കടക്കുന്നില്ല, കടക്കാൻ കുറച്ച് ഇതുണ്ട്. അപ്പൊ അവന്മാര് പറയും കണ്ടില്ലേ ഇന്ത്യ ദുർബലനായി, ഇന്ത്യക്ക് LPG സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ബഹളം വെക്കും. ഇങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും കപ്പലുകൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കടന്നു വരുന്ന കപ്പലുകൾക്ക് സംരക്ഷണം ഒരുക്കാനായിട്ട് ഇന്ത്യൻ നേവി പടക്കപ്പലുകളെ ഒമാൻ കടലിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പക്ഷെ പ്രശ്നം അതൊന്നുമല്ല. ഈ ഇന്ത്യൻ പടക്കപ്പലുകളെ പാകിസ്ഥാൻ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. ഈ പാകിസ്ഥാന്റെ അജ്ഞാത വിമാനങ്ങൾ ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്നുണ്ട്. ഇന്ത്യ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം തുളസി ഗബ്ബാർഡ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ട്. തുളസി ഗബ്ബാർഡ് അറിയാലോ, ട്രംപിന്റെ വിശ്വസ്തയാണ്. ലോകത്ത് എന്ത് നടന്നാലും ആദ്യം തുളസി ഗബ്ബാർഡിന്റെ കയ്യിൽ എത്തിയിട്ടേ അത് ലോകമറിയൂ എന്നുള്ളതാണ് ഒരു വൈപ്പ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തുളസി ഗബ്ബാർഡ് പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം മുന്നിൽ കാണുന്നുണ്ട്, അത് ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന് പറയുന്നു. പിന്നെ പാകിസ്ഥാൻ ഒന്ന് സൂക്ഷിച്ചോ എന്ന് അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് US. കാരണം പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് കിട്ടിയ തക്കത്തിനെല്ലാം പാര വയ്ക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ആണവായുധം അവർ സംയുക്തമായി 6 രാജ്യങ്ങളുമായി ചേർന്നാണ് വികസിപ്പിക്കുന്നത്. അതിൽ റഷ്യയുണ്ട്, ചൈനയുണ്ട്, അങ്ങനെ പല രാജ്യങ്ങളും അമേരിക്കയ്ക്കെതിരെ പ്രയോഗിക്കാനുള്ള ആണവായുധമാണ് ഉപയോഗിക്കുന്നത് പറയുന്നു. ഈ റിപ്പോർട്ട് പുറത്തു വന്ന ഉടനെ തന്നെ പാകിസ്ഥാൻ പറയുന്നു 12,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു മിസൈൽ ഞങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ ഇന്ത്യ വികസിപ്പിച്ച് വച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു ഡയലോഗ് പാകിസ്ഥാൻ അടിച്ചു. അതിന്റെ പിന്നാലെ ഇന്ത്യയുടെ ആശങ്ക എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, അത് പറഞ്ഞു തരണം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുടെ ആശങ്ക ഇപ്പോ ഗ്യാസിന് പുറമെ നമുക്ക് ഇന്റർനെറ്റും കട്ടാകുമോ എന്നുള്ളതാണ്. കാരണം ഈ ഹോർമൂസ് കടലിടുക്കിന്റെ അടിയിലുള്ള ഇന്റർനെറ്റ് കേബിളുകൾ കട്ട് ചെയ്യാനുള്ള നീക്കം ഇറാൻ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്റെ ഒരു ഡൗട്ടാണ്, എനിക്ക് അതിൽ വളരെയധികം ഈ കാര്യങ്ങളെ കുറിച്ചുള്ള നോളജ് ഇല്ല. ഈ കടലിനടിയിൽ ഈ കേബിൾ കട്ട് ചെയ്താൽ നമ്മുടെ ഇന്റർനെറ്റ് കട്ടാവുമോ? ഞാൻ കേട്ടിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഈ ജിയോ ഫൈബർ ഒക്കെ വഴി, സാറ്റലൈറ്റ് വഴിയാണ് നമുക്ക് കുറെയൊക്കെ ഈ ഇന്റർനെറ്റ് കിട്ടുന്നത്. ഈ കടലിനടിയിൽ കൂടെയുള്ള സെറ്റപ്പ് എന്താണ് എന്നുകൂടെ ഒന്ന് പറഞ്ഞു തരണം. അതൊരു വലിയ വാർത്തയാണ്. അത് ഇന്നലെ തന്നെ ഇറാൻ അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് സ്വാഭാവികമായി തന്നെ ആദ്യമായിട്ടല്ല. നമ്മുടെ ഇതിനു മുമ്പ് റഷ്യൻ കപ്പലുകൾ നിരന്തരം ഈ ആർട്ടിക് മേഖലയിലൊക്കെ കേബിളുകൾ മുറിക്കും എന്നൊരു രീതി ഉണ്ടായിരുന്നു. ഇത് ഹൈസ്പീഡ് നെറ്റ്വർക്ക് എപ്പോഴും കടലിനടിയിലൂടെ കേബിളിലൂടെയാണ് കടത്തിവിടുന്നത്. എപ്പോഴും ഈ ഉപഗ്രഹങ്ങളെക്കാൾ കൊടുത്തിട്ട് അതുകൊണ്ടാണ് പിന്നെ ഈ സ്റ്റാർലിങ്ക് കണക്കുള്ള സംവിധാനങ്ങളൊക്കെ പിന്നീട് വരേണ്ടി വന്നതും ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയെ മുന്നിൽ കണ്ടുകൊണ്ടും ഭാവിയിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ ആയിരുന്നു. പക്ഷെ നിലവിൽ ലോകത്തിന്റെ മുഴുവൻ ഇന്റർനെറ്റ് കണക്ടിവിറ്റി കടന്നു പോകുന്നത് ഈ കടലിനടിയിലുള്ള കേബിളുകൾ വഴിയാണ്. കാരണം ഹൈസ്പീഡ് ആണ്. ഇതിനകത്ത് ഏറ്റവും വലിയ രസം ഒരു അപകടം എന്തെന്ന് ചോദിച്ചാൽ, രസമല്ല അപകടം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ച് ഈ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെയാണ് ഇന്റർനെറ്റ് എങ്കിൽ, ഇത് ലോകത്തെ സംബന്ധിച്ച് ഒറ്റ ദിവസം കൊണ്ട് സാമ്പത്തികമായിട്ട് പറ്റിപ്പോകും. കാരണം ലോകത്തിന്റെ മുഴുവൻ ട്രാൻസാക്ഷൻ നടക്കുന്നത് ഈ ഇന്റർനെറ്റ് വഴിയാണ്. ട്രാൻസാക്ഷൻ എല്ലാം നിശ്ചലമായി പോകും. ട്രാൻസാക്ഷൻ മാത്രമല്ല നിശ്ചലമായി പോകുന്നത്, കപ്പലുകള് വിമാനങ്ങളുടെയൊക്കെ യാത്രകൾ തന്നെ നിർത്തിവെക്കേണ്ടതായ ഒരു സ്ഥിതി വരും. കാരണം GPS തന്നെ ചെറിയൊരു മിസ്റ്റേക്കുകൾ പറ്റിക്കഴിഞ്ഞാൽ തന്നെ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാം. ലോകം മുഴുവൻ ഇന്ന് ടെക്നോളജിയുടെയും ഇതുകണക്കുള്ള ഇന്റർനെറ്റിനെയും ആശ്രയിച്ച് മാത്രം മുൻപോട്ട് പോകുമ്പോൾ ആശുപത്രികള്, അതുപോലെ തന്നെ ഈ ഗതാഗത രംഗം, അതുപോലെ തന്നെ ഈ പറയുന്ന ബാങ്കിങ് മേഖല, ഇതെല്ലാം നിശ്ചലമായി കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പൈസ ട്രാൻസാക്ഷൻ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം നമ്മുടെ സാധാരണ ജനത്തിന്റെ അല്ല ഞാൻ ഈ പറയുന്നത്. രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന വലിയ വലിയ ട്രാൻസാക്ഷൻ, ഇപ്പൊ ഈ ക്രൂഡ് ഓയിൽ ആയാലും മറ്റു സാധനങ്ങളായാലും ഒക്കെ ട്രാൻസാക്ഷൻ, അതുപോലെ തന്നെ ഈ ആശുപത്രികളും മറ്റുമൊക്കെ ഇപ്പോൾ നടക്കുന്ന ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ സംവിധാനങ്ങൾ വരെ ഇന്റർനെറ്റിൽ കൂടെയാണ് ഇപ്പൊ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ബ്ലോക്ക് വരുന്നു, ഇല്ല ബ്രേക്ക് ആകുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം അത് ചെറിയ സാഹചര്യമല്ല. ഇതിപ്പോൾ ഇന്ത്യയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണ്. കാരണം ഈ നെറ്റ്വർക്ക് എന്ന് തന്നെയാണല്ലോ അതിന് പറയുന്നത്. കാരണം എല്ലാവരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചിലന്തി വല പോലത്തെ ഒന്നാണ്. അപ്പൊ അതിനകത്ത് എവിടെ പൊട്ടൽ വന്നാലും എല്ലാവരെയും ബാധിക്കും. അപ്പം ഇതാണ് ഇതിന്റെ ഒരു വലിയ ബുദ്ധിമുട്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതൊരു വലിയ വാർത്ത തന്നെയാണ്. കാരണം അത് ഇറാൻ അത് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഇതിനു മുമ്പ് പല രാജ്യങ്ങളും, മിക്കവാറും ഒക്കെ റഷ്യൻ കപ്പലുകളാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഈ വാർത്ത അവസാനമായി ചെയ്ത 2 മാസത്തിന് മുമ്പായിരുന്നു. ഈ ബ്രിട്ടന്റെ തീരപ്രദേശത്തുകൂടി റഷ്യയുടെ പടക്കപ്പലുകൾ നീങ്ങുന്നു, അല്ലെങ്കിൽ റഷ്യയുടെ ഈ പൂരും പേരും ഇല്ലാത്ത ചില കപ്പലുകൾ അനാവശ്യമായിട്ട് കേബിളുകൾ മുറിക്കുന്നു. അതായത് കേബിളുകള് ഒക്കെ പോകുന്ന ഒരു ചാലുണ്ട്, ഒരു ട്രാക്കുണ്ട്. ഈ ട്രാക്കിന് മുകളിലൂടെ കപ്പലുകൾ ഓടിച്ചു വിട്ടുകൊണ്ട് ഇതിനെ അലങ്കോലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.
അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് അത് മാറുന്നു. അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതിലും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഹോർമുസ് കടലിടുക്കിൽ നമ്മൾ ഈ ഇതിന് നമ്മൾ സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ എണ്ണക്കപ്പലുകൾക്കും മറ്റും സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാവികസേന പോയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഓപ്പറേഷൻ സങ്കല്പ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഒരു പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്, ആ ഒരു ഓപ്പറേഷന് പേരിട്ടിരിക്കുന്നത്. അപ്പോ ഇവിടെ പാകിസ്ഥാന്റെ വിമാനങ്ങൾ അതിനെ ട്രാക്ക് ചെയ്യാൻ, ഇന്ത്യൻ ഈ നാവികസേനയുടെ കപ്പലുകൾ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത. ഏതാണ്ട് 23,000 അടി ഉയരത്തിൽ നിന്നുകൊണ്ടാണ് ഈ വിമാനങ്ങൾ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരുന്നത്. ഇത് മാത്രവുമല്ല, ഇതിന്റെ സിഗ്നലുകൾ ഇന്ത്യക്ക് കിട്ടുകയും ഇന്ത്യ അതിനെ തിരിച്ചടിക്കാൻ ഇല്ലെങ്കിൽ അതിനവർക്കൊരു മറു സിഗ്നൽ നൽകുകയും ചെയ്തിരുന്നു. കാരണം ഇത്തരം ഈ പരിധിയിൽ നിന്ന് നിങ്ങൾ മാറണം എന്നുള്ള ഒരു പരിധി. ഒരുപക്ഷെ ഇന്ത്യൻ കപ്പലുകളെ നിരീക്ഷിക്കാനാകാം, ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു നീക്കം നടത്താനാകാം, ഇല്ലെങ്കിൽ ഈ മേഖലയിൽ പാകിസ്ഥാന്റെ സ്വാധീനം, ഇല്ലെങ്കിൽ പാകിസ്ഥാനും കൂടി ഈ യുദ്ധത്തിൽ രഹസ്യമായിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ട്രംപ് കഴിഞ്ഞ ദിവസം എല്ലാവരെയും കൂടി വിളിച്ചായിരുന്നല്ലോ ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കാനായിട്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ പാകിസ്ഥാൻ ഈ അവസരം യൂസ് ചെയ്യുന്നുണ്ടാകാം. അതല്ല എന്നുണ്ടെങ്കിൽ അത് മറ്റൊരു തരത്തിലേക്ക്, അതായത് ഇനി ഈ ഒരു വലിയൊരു ഗ്യാപ്പിൽ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും തരത്തിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ എന്തെങ്കിലും തരത്തിലൊരു അറ്റാക്കിന് ശ്രമിക്കുന്നതാകാം. പല രീതിയിൽ ഇപ്പൊ അസർബൈജാനെ ഇറാൻ ആക്രമിച്ചു എന്ന് പറഞ്ഞ വാർത്ത വന്ന് കഴിഞ്ഞപ്പോൾ ഇറാൻ പറഞ്ഞല്ലോ ഞങ്ങൾ അങ്ങനെ ആക്രമിച്ചിട്ട്, പിന്നീടാണ് പറയുന്നത് ഇസ്രായേലിന്റെ ഡ്രോണുകളായിരുന്നു ആക്രമിച്ചത് എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആകപ്പാടെ കലങ്ങി മറിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ രാജ്യവും കനത്ത ജാഗ്രതയിലേക്ക് വരും. നമ്മുടെ രാജ്യം യുദ്ധ സമാനമായ സാഹചര്യത്തിലും സൈനിക അഭ്യാസവും ഒക്കെ നിരന്തരം നടത്തി വരുന്നതാണ്. ഈ അടുത്തായിരുന്നു നമ്മൾ ഈ പൊക്രാനിലടക്കം വലിയൊരു സൈനിക അഭ്യാസം നടത്തിയിരുന്നത്. അപ്പൊ നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ എന്താണ് പറയുന്നത്, റെഡി ആയിട്ട് ഇരിക്കുകയാണ്. എപ്പോഴാണ് ഇതിന്റെ നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ആക്രമണം ഉണ്ടാകും, അതിന് അധികം സമയമൊന്നുമില്ല, അത് ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാം എന്ന് നമ്മളും വിചാരിക്കുന്നുണ്ട്. അത് മാത്രവുമല്ല, ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. അഫ്ഗാനിസ്ഥാൻ ഇന്നലെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് ഇന്ത്യയുടെ അതൊന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് അഫ്ഗാനിസ്ഥാന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ നടത്തിയിരിക്കുന്ന വെടിനിർത്തൽ എന്ന് പറയുന്നത് ഈ പെരുന്നാൾ പ്രമാണിച്ചുള്ള ഒരു അവധിയാണ്. ഒരു ദിവസത്തെ നമ്മൾ സർക്കാരൊക്കെ അവധി കൊടുക്കില്ലേ, സ്കൂളിലൊക്കെ അവധി കൊടുക്കുന്ന കണക്ക് രണ്ടു കൂട്ടരും കൂടെ ഒരു ദിവസം നമുക്ക് ഒന്ന് സന്തോഷകരമായി പെരുന്നാൾ ഉണ്ണാം അല്ലെങ്കിൽ പെരുന്നാൾ ആഘോഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു താൽക്കാലിക വെടിനിർത്തലാണ്, താൽക്കാലിക അവധി മാത്രമാണിത്. പക്ഷെ ഇതിനകത്ത് വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് മാറും. ഈ ഒരു താൽക്കാലിക അവധി എന്നുള്ളത് മാറും, യുദ്ധത്തിലേക്ക് തിരിയും. യുദ്ധത്തിലേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ ഇത് കൂടുതൽ പ്രശ്നത്തിലേക്ക് തീരും. ഇത് ഉടനെ ഒന്നും തീരുന്ന ഒരു സാധ്യത കാണുന്നില്ല. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇതിനകത്ത് വലിയ ആശങ്കകരമായി ഈ യുദ്ധം നീണ്ടുപോകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ആശങ്കാജനകമായ രണ്ട് വാർത്തകളാണ് വരുന്നത്. ഒന്ന്, ഈ ഹോർമുസ് കടലിൽ പിടിച്ചെടുക്കാനുള്ള ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ഈ കേബിളുകൾ മുറിച്ചു മാറ്റപ്പെടുകയാണെങ്കിൽ അത് നമ്മുടെ രാജ്യത്തെയും ബാധിക്കും, എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. അക്കൂട്ടത്തിൽ നമ്മുടെ രാജ്യത്തെയും അത് ബാധിക്കും. അത് കൂടുതൽ പ്രതിസന്ധികളിലേക്ക് പോകാനുള്ള സാധ്യതകൾ നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ പാകിസ്ഥാന്റെ ഈ നിരീക്ഷണവും മറ്റുമൊക്കെ ഒരു ചെറിയ ഒരസലിലേക്കും പിന്നീട് അത് വളർന്ന് സംഘർഷത്തിലേക്കും പോകുമോ എന്നുള്ള കാര്യം. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം തുളസി ഗബ്ബാർഡ് പറഞ്ഞതിനെയൊക്കെ നമ്മൾ കാണേണ്ട ഒരു കാര്യം. കാരണം പാകിസ്ഥാന് ഓൾറെഡി ദീർഘദൂര മിസൈൽ ഉണ്ട്. ഷഹീദ് തേഡ് എന്ന് പറയുന്ന അവരുടെ മിസൈൽ തന്നെ 2750 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ്. അത് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ പറ്റുന്ന ദൂരപരിധിയുള്ള മിസൈലാണ് പാകിസ്ഥാന്റെ ഇരിക്കുന്നത്. അവിടെ പിന്നെ പാകിസ്ഥാന് ഇപ്പൊ 2024 പാകിസ്ഥാൻ 5500 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഒരു മിസൈല് പരീക്ഷിച്ചിരുന്നു. അതിന്റെ തൊട്ട് പിന്നാലെ പാകിസ്ഥാനിലെ ഒരു 4 സ്ഥാപനങ്ങൾക്ക് അമേരിക്ക നിരോധനം ഏർപ്പെടുത്തി. അമേരിക്ക പറഞ്ഞ അത്തരം പരിപാടിയൊന്നും വേണ്ട. അപ്പൊ അവർക്കും അറിയാം ഇത് ഇന്ത്യ ആക്രമിക്കാൻ ഇത്തരം ദീർഘദൂര മിസൈലിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഇന്ത്യ 12,000 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഒരു മിസൈൽ ഉണ്ടാക്കിയിട്ട് പാകിസ്ഥാൻ അടിക്കേണ്ട ആവശ്യം നമുക്കില്ല. കാരണം പാകിസ്ഥാനിന് അത്തരം ദൂരപരിധി ഇല്ല നമ്മളുമായിട്ട്. ഒരു പിനാകയുടെ ദൂരപരിധിയോ ഇല്ലെങ്കിൽ അഗ്നിയുടെ ഏതെങ്കിലും ഒരു ലോ വേർഷന്റെ ദൂരപരിധിയോ മാത്രം നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പൊ അവിടെ നമ്മളത് അതിനു വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു പദ്ധതി നേരത്തെ തന്നെ ഇവിടെ പാകിസ്ഥാൻ പറയുന്ന ഒരു കാര്യം, ദക്ഷിണേഷ്യയിലെ ഒരു ശക്തി ഉള്ള രാജ്യമായി തങ്ങൾ മാറുക എന്നുള്ള, അതിന് അപ്പുറത്തേക്ക് പാകിസ്ഥാൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന യുദ്ധങ്ങൾ, ആ യുദ്ധത്തിന്റെ അവസാനം അവർക്ക് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ശക്തിയുള്ള ഒരു ഇസ്ലാമിക രാജ്യം അനിവാര്യമായിട്ടുണ്ട്. അതായത് ആണവായുധമുള്ള ഒരു ഇസ്ലാമിക രാജ്യം. ആ രാജ്യത്തിന്റെ പിന്നിലേക്ക് മറ്റു രാജ്യങ്ങൾ അണിനിരന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന പാകിസ്ഥാനെ കുറച്ച് ഫണ്ടുകളും മറ്റും കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം ഈ അമേരിക്ക ഭയപ്പെടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ആണവ ടെക്നോളജി ലിബിയയ്ക്കും ഇറാനും പാകിസ്ഥാൻ കൊടുത്തു എന്ന് അവർ സംശയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ കയ്യിൽ ഈ ആണവ ആയുധങ്ങളും മറ്റുമൊക്കെ ഇരിക്കുന്നത് ഭാവിയിൽ ഈ തീവ്രവാദികൾ ഇതിന്റെ ടെക്നോളജി സ്വന്തമാക്കാനുള്ള സാധ്യതയുള്ള ഒന്ന് ആലോചിച്ച് നോക്കൂ. തീവ്രവാദികളുടെ കയ്യിൽ ഈ ആണവായുധത്തിന്റെ ടെക്നോളജിയും ബാക്കിയുള്ള കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ
ഇപ്പോ ISIS ഒക്കെ ചെയ്യുന്ന കണക്ക് അവർക്ക് വെടിവെക്കേണ്ട കാര്യമില്ല, ഗ്രനേഡ് എറിയേണ്ട കാര്യമില്ല, ഇല്ലെങ്കിൽ ചാവേറാകേണ്ട കാര്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് എവിടെയെങ്കിലും ഒരു അറ്റാക്ക് നടത്തിയാൽ മാത്രം മതിയാവും. വലിയ രീതിയിൽ ആൾനാശം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ ഒരു സാഹചര്യമാണ്, അതായത് ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഒമാൻ കടലിടുക്കിൽ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം തന്നെ ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഇറാന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നു, അതായത് ഇന്റർനെറ്റ് കേബിളുകൾ മുറിക്കുമെന്നുള്ളത്. കാരണം ലോകത്തെ നിശ്ചലമാക്കാൻ അതിനൊരുപക്ഷെ കഴിഞ്ഞേക്കാം അങ്ങനെ ഒരു സംഭവം. കാരണം ഇതൊക്കെ ശരിയാക്കി വരണമെന്നുണ്ടെങ്കിൽ മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു 20 ദിവസക്കാലം, മനുഷ്യന് ഓർമ്മയുണ്ടാകും, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു, ഒരു 20 ദിവസക്കാലം ആയിരുന്നു ഒരു ഷിപ്പ് വന്നിട്ട്. ഇത് ഈ ഒറിജിനലായിട്ട് ഷിപ്പ് വന്ന് അബദ്ധപ്പെട്ടിട്ട് ഈ കേബിൾ മുറിഞ്ഞതാണോ അത് മനഃപൂർവ്വമാണോ എന്നറിയില്ല. മനഃപൂർവ്വമാകുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇതിനകത്ത് വലിയ വലിയ കമ്പനികളുടെ കുടിപ്പകകളുണ്ട്, ഇവരൊക്കെ അങ്ങനെയുള്ള ഷിപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. പലരും ഇത്തരത്തിലുള്ള പണികൾ ചെയ്യാറുണ്ട്. ഇതിനകത്തൊക്കെ അഗ്രഗണ്യന്മാരാണ് ഈ റഷ്യ എന്നൊക്കെ പറഞ്ഞ രാജ്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായി തന്നെ അങ്ങനെയൊന്നും സംഭവം നിലവിൽ റഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. റഷ്യ ഈ അടുത്ത സമയത്ത് ആളുകൾ ഇന്റർനെറ്റ് ഇല്ല, അവിടെ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇന്റർനെറ്റ് കിട്ടുന്നത്. അവരും ഈ സ്മാർട്ട് ഫോണുകൾ മാറ്റി വെച്ചിട്ട് പേജറിലേക്ക് മാറിയിട്ടുണ്ട്. അവരുടെ കമ്മ്യൂണിക്കേഷൻ പേജറിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ റഷ്യയിലെ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന പേജറുകളിലേക്കാണ്, പേജർ. അതോടൊപ്പം തന്നെ അവര് പേപ്പറുകളിൽ അവരുടെ റെക്കോർഡുകൾ എഴുതി സൂക്ഷിക്കാൻ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. മുമ്പ് നമ്മുടെ ഈ മൊബൈൽ ഫോണിലാണല്ലോ നമ്മുടെ റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കുന്നത്. ഇപ്പോൾ അതായത് റഷ്യ മുൻകൂട്ടി ഇങ്ങനെ ഒരു പദ്ധതി മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരുടെ ജനത്തിന് ഒരു ട്രെയിനിങ് കൊടുത്ത് പതുക്കെ പതുക്കെ മാറ്റി എടുക്കുന്നതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ കേബിളുകൾ മുറിഞ്ഞ് ഒരു ഇന്റർനെറ്റിന്റെ വലിയ പ്രത്യാഘാതമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യ പോലെ രാജ്യത്തിന് പെട്ടെന്ന് ഒരു നിശ്ചലാവസ്ഥയിലേക്ക് നിൽക്കും. കാരണം നമ്മുടെ ഒരു ട്രാൻസാക്ഷൻ നടക്കത്തില്ല, ചാറ്റ് ചെയ്യുന്നതോ ഇല്ലെങ്കിൽ വീഡിയോ കാണുന്നതോ അല്ലല്ലോ വിഷയങ്ങൾ, ട്രാൻസാക്ഷൻ നടക്കത്തില്ല. പണ്ട് ഇങ്ങനെ വന്നിരുന്നതാണ്, 17 ദിവസമോ 20 ദിവസമോ മറ്റോ ഇതേപോലെ ഈ കേബിളുകൾ പോവുകയും പിന്നീട് ഇത് പതുക്കെ പതുക്കെ പതുക്കെ, അത് പക്ഷേ ഏഷ്യൻ രാജ്യങ്ങളെ മാത്രമേ അത് ബാധിച്ചിരുന്നുള്ളൂ, പതുക്കെ അത് ശരിയാക്കി എടുക്കുകയും ചെയ്തു. ശരിയാക്കുന്ന അനുസരിച്ച് ഓരോ ഏരിയയിൽ അത് വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇനി അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമോ? ഇതൊക്കെ അനവധി ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ചും ആശങ്കയാണ്, നമ്മുടെ പടിവാതിലും ഇത് എത്തി നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.